നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഉദരസംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിലുള്ള വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചാണ്. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം രോഗികളിൽ ആർക്കൊക്കെ നോമ്പ് എടുക്കാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ബിനില ജോസ്, കോഴിക്കോട് ആശ്രമിംസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. ആദ്യമായി നമുക്ക് കരൾ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് നോക്കാം. കരൾ സംബന്ധമായ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനം ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസിനെ നമുക്ക് പ്രധാനമായും 3 സ്റ്റേജായി തിരിക്കാം, അതിൻ്റെ കാഠിന്യം അനുസരിച്ച്. ഇതിൽ ചൈൽഡ് പ്യൂക്ക് സ്റ്റേജ് എ ഉള്ള രോഗികളിൽ കൃത്യമായ ശ്രദ്ധയോടുകൂടി നോമ്പ് എടുക്കാവുന്നതാണ്. നോമ്പ് എടുക്കുന്ന സമയത്ത് കഠിനമായ ക്ഷീണം, രക്തം ഛർദ്ദിക്കുക, മലം കറുത്തഴിഞ്ഞ് ടാറ് പോലെ പോവുക, ബോധാവസ്ഥയിൽ മാറ്റങ്ങൾ വരിക എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ തന്നെ നോമ്പ് അവസാനിപ്പിക്കേണ്ടതും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതുമാണ്. അടുത്ത കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്റ്റേജ് ബി ആൻഡ് സി രോഗികൾ നോമ്പ് എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്ക് വ്രതാനുഷ്ഠാനങ്ങൾ ആരോഗ്യപരമായ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ചും അമിതവണ്ണം, പ്രമേഹം കൺട്രോൾ ചെയ്യുക, പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ പ്രത്യേകിച്ചും ചീത്ത കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുക എന്നീ ഗുണങ്ങൾ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്നതാണ്. അതിനാൽ ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്ക് നോമ്പെടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഹെപ്പറ്റൈറ്റിസിനെ പ്രധാനമായും നമുക്ക് 2ആയി തിരിക്കാം: അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ നാട്ടിൽ സാധാരണമായി കാണുന്ന ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ളത്. ഇത്തരം രോഗികൾ നോമ്പ് എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസുകളായ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ അസുഖമുള്ളവർ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നോമ്പെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ആരോഗ്യപരമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.